ഹലോ, ഇന്നൊരു ബട്ടർ ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ചെറിയൊരു വിരുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ ഏതായാലും ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനിലോട്ട് മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണും മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ഇതാ ഒരു ചെറിയ ടീസ്പൂണ് ഗരം മസാല പൗഡർ അതിട്ടും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല കട്ട തൈര് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനത് ഇടാൻ മറന്നുപോയി, പിന്നെ ഞാനത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. എന്നിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല കൈകൊണ്ട് നല്ല മിക്സ് ചെയ്തിട്ട് അതവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. എന്നിട്ട് അത് റെസ്റ്റായി വരുമ്പോൾ തന്നെ നമുക്ക് അതിലേക്കുള്ള ബാക്കിയുള്ള പ്രിപ്പറേഷൻ തുടങ്ങാവേ. അപ്പോൾ നമ്മൾ ഈ ബട്ടർ ചിക്കൻ നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷൻ. പൊറോട്ടൻ്റെ കൂടെയൊക്കെ ബട്ടർ നാൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന സംഭവം. അപ്പോൾ ഞാനിത് അത് നല്ലൊന്ന് മസാലയ്ക്ക് തേച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. എന്നിട്ടാണ് നമുക്ക് അടുത്ത പരിപാടി. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഉള്ളി ഇതൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ മോളാണ് ഇതെടുക്കുന്നത്. അതിൻ്റെതായ ഇതൊക്കെ ഈ പ്രശ്നങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് ചെരിച്ചിട്ട് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒരു 4 തക്കാളി, പിന്നെ ഒരു ചെറിയ മീഡിയം സൈസ് 4 വലിയ ഉള്ളി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് വഴറ്റി പിന്നെ ഇത് നല്ലോണം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 10 അണ്ടിപ്പരിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതപ്പോൾ ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിനി അതിലോട്ട് ഒരു 10 അണ്ടിപ്പരിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ കൂടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കൊക്കെ ചെയ്യാം. അണ്ടിപ്പരിപ്പ് കൂടുതലുള്ളത് നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടിയും കൂടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലൊന്ന് വഴണ്ടോട്ടെ. നല്ല വഴണ്ടതിൻ്റെ ശേഷമാണ് നമുക്ക് ബാക്കി പരിപാടി. അപ്പോൾ ഇത് വഴണ്ടിട്ട് ഒന്ന് ചൂടാറേണ്ട ശേഷം മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്തിട്ട് എന്നിട്ട് നമ്മൾ വേറൊരു പാന് വെക്കണം. ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ, അതായത് ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് വേറെ പാനിലോട്ട്. ഇതിൽ കൊള്ളില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മാറ്റുകയാണ്. അപ്പോൾ ഇതത് ഏകദേശം റെഡി ആയിട്ട് ഇപ്പം ഞാൻ ഇത് അരച്ചെടുത്തിട്ട് വരാം. ഇങ്ങനെ വേറൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഞാൻ 100 ഗ്രാം ബട്ടറാണ് കേട്ടോ അപ്പോൾ 1 കിലോ ചിക്കനിലോട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽട്ടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതായത് മാഗ്നേറ്റ് ചെയ്ത ചിക്കന്, അതിട്ട് കൊടുക്കുക കേട്ടോ. അത് കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് ഇതൊന്നൊരു 1/4 വേവാകുമ്പോഴാണ് നമ്മൾ ഈ അരച്ച് വെച്ച് അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ ബട്ടർ ചിക്കൻ പല രീതിയിലുണ്ടാക്കും കേട്ടോ. ചിലത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടെടുക്കാം. ബട്ടർ ചിക്കന് പലരും പല വിധത്തിലാണ് ഉണ്ടാക്കുക. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കൽ. അപ്പം ഞാനത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം പല ആൾക്കാരും പല മോഡലാണ് ഫുഡ് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. പിന്നെ എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇത് 1/4 വേവായി വന്നപ്പോൾ നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി മുളക് പൊടി അണ്ടിപ്പരിപ്പ് അതിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് അരച്ചിട്ട് ഞാനത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രഷ് ക്രീം നിർബന്ധമാണ്. ബട്ടർ ചിക്കനിൽ ഫ്രഷ് ക്രീം വേണം. പിന്നെ കസൂരി മേത്തിയുടെ ഇല വേണം. പിന്നെ കുറച്ച് ചപ്പ് മല്ലിയില ഇട്ടെടുക്കുക. അപ്പോൾ ഞാനിത് കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്ലേവറും ചേഞ്ച് ആക്കുന്ന സാധനം. അപ്പോൾ കസൂരി മേത്തി എന്തായാലും നിർബന്ധമാണ് കേട്ടോ. പിന്നെ ഞാനിത് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേറെ പണികളൊന്നുമില്ല.
അപ്പോൾ നമ്മളുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നമ്മളുടെ ചാനൽ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഗാർഡൻ വീഡിയോസൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.